ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാന ദിവസമാണ് കല്യാണ ദിനം. എന്നാൽ അതിലേറെ പ്രാധാന്യമേറിയ വോട്ടെടുപ്പ് കൂടി അതേ ദിവസം വന്നാലോ? അതിന് ഇവിടെ തിരുവനന്തപുരത്ത് മറുപടി പറയുകയാണ് ഇവർ. കല്യാണ ദിവസമാണ്, എന്നാലും സ്വന്തം കർത്തവ്യങ്ങൾ മറക്കാൻ ഇവർ തയ്യാറായില്ല. തിരുവനന്തപുരത്ത് വിവാഹിതരായ അനന്തു ഗിരീഷും ഗോപിക ബി ദാസും വിവാഹശേഷം ആദ്യമെത്തിയത് ഊളംപാറ LP സ്കൂളിലെ 106 നമ്പർ പോളിംഗ് ബൂത്തിലേക്കാണ്. സന്തോഷത്തോടെ അവർ തങ്ങളുടെ സമ്മതിദാനം വിയോഗിച്ചു. വോട്ട് ചെയ്യണം, കല്യാണം മുമ്പേ ആണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പേ ആയിരുന്നെങ്കിലും കഴിഞ്ഞായിരുന്നെങ്കിലും വോട്ട് ചെയ്യണം തീരുമാനിച്ചതാണ്. അന്ന് തന്നെ ആയപ്പോൾ പിന്നെ അന്ന് തന്നെ വോട്ട് ചെയ്യണം. നമ്മുടെ ഒരു റൈറ്റ് ആണല്ലോ സിറ്റിസൺ രീതിയിൽ, നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു റൈറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നത്. അപ്പം എന്തായാലും വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു തന്നെ. ഗുരുവായൂരിൽ വിവാഹിതരായ അരുൺ മോഹൻ ലക്ഷ്മി നവദമ്പതികളും വന്ദേഭാരതിൽ തിരുവനന്തപുരത്തെത്തി തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി. വട്ടിയൂർക്കാവ് മൂന്നാംമൂട് മഞ്ഞമ്പാറ LP സ്കൂളിലാണ് അവർ വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശമാണ്. സോ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ദൂരം വന്നു. വിഴിഞ്ഞം വെങ്ങാനൂരിൽ വിവാഹിതരായ അഖിലും സുരഭിയും മുട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വോട്ടും അതിൻ്റെതായ വിലയുള്ളതുകൊണ്ട് പിന്നെ ഈ തിരക്കിനിടയിലും നമ്മൾ വോട്ട് ചെയ്യാൻ വന്നതാണ്. ഇവരെ പോലെ നിരവധി പേരാണ് സംസ്ഥാനത്ത് ജനാധിപത്യത്തിന്റെ ഭാഗമായി വോട്ടെടുപ്പിൽ പങ്കാളികളായത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.